നമ്മുടെ കാട്ടിലെ കൃഷ്ണൻകുട്ടി ഇല്ലേ? ആ, അവനെ പൊടിച്ചെടുത്ത ആൾ എന്തെല്ലാം മന്ത്രം ചൊല്ലി പാവം പെണ്ണായിട്ട്. നീ എന്തിനാ രാധേ അയാളോട് അങ്ങനെ പറഞ്ഞത്? പിന്നെ അയാൾ വലിയ വക്കീലാണെങ്കിൽ ഞാനെന്ത് വേണം? അയാൾ എന്തിനാ ദിവസവും നിന്റെ പിന്നാലെ വരുന്നത്? പ്രേമമാണത്രേ, പ്രേമം. പ്രേമമോ? നിനക്കും പ്രേമമുണ്ട്? അതെ അതെ, എനിക്കെങ്ങുമില്ല. ഓടികണ്ടി രാധയ്ക്കൊന്ന് കോളേജിൽ പോവണ്ടേ? ആ പോണം. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കിന്ന് സാധനത്തിൽ പോകണ്ടേ രാജമ്മേ? ഞാനും വന്നില്ല ചിറ്റമ്മേ. ജാനു വന്നില്ലെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാലെന്താ? ഇത്രയും നാൾ ജോലിക്ക് പോയിട്ട് വഴി അറിയാൻ പാടില്ലല്ലേ? രാജമ്മേ, ഞാൻ പോന്നു. ഇതിനൊക്കെ നാണമില്ലേ? ഒന്നല്ലോ പൊന്നു മോക്ക് വക്കാലത്ത് പോയിട്ട്. നിങ്ങളെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ അപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നു, വേണം ചെന്ന് എടുത്ത് കഴിക്കും. നീ എന്താണ് പെണ്ണെ ഇതുവരെ പോകാതിരുന്നത്? ഞാൻ പൊയ്ക്കൊള്ളാം വെച്ചാ. ഞാനും വന്നോട്ടെ. അപ്പോഴേ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നീ ജാനുവിന് ശമ്പളമൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഇന്നു മുതൽ അവൾ വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ജോലി വേണ്ടെന്ന് വെക്കുമോ? ഇതെന്താ ഇവിടെ അടുത്തല്ലേ? കണ്ണില്ലാത്ത ഓരോ സ്ഥലത്തും പോകുന്ന എങ്ങനെയാ? ആരോടെങ്കിലും ഒക്കെ ചോദിച്ചും പറഞ്ഞും പോകും. ഞാൻ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് എങ്ങും പോയിട്ടില്ല ചിറ്റമ്മേ. അതിനല്ലേ പോയി നോക്കാൻ പറഞ്ഞത്. ശരി ചിറ്റമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. ആരാത്? പേടിക്കാനൊന്നുമില്ല, പ്രജാതികൾ തന്നെയാ. എന്നെ അറിയുമോ? കൊള്ളാം, ഗോഡുള്ളച്ചേട്ടന്റെ മകളെ ഞങ്ങൾ അറിയില്ലേ? ഇന്ന് ജാനു വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അതിനെന്താ, ഞാൻ കൊണ്ടുവന്ന സാധനത്തിൽ വിട്ടിട്ട് പോരാമല്ലോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. മാറി നിൽക്ക്, ഞാൻ പോകട്ടെ. പൊയ്ക്കോ. പിന്നെ തോന്നായിരുന്നു മുട്ടേന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. സ്വജാതിയ അങ്ങനെ വിട്ടാ കൊള്ളുകയല്ലോടാ. എങ്ങനെ വിടാനൊക്കും? സ്വജാതിയല്ലേ. പക്ഷേ എറിയുന്ന വർഗമാണ്. അത് സാരമില്ലടാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൈയെത്തുന്നില്ല. ഇതാ നോക്കൂ, ഒരു ചെറിയ വണ്ടാണ്. എവിടെ എവിടെ? എന്താ കണ്ണ് കണ്ടുകൂടി? ഇല്ല. ഓഹോ, ഞാനത് അറിഞ്ഞില്ല. എവിടെ വണ്ടെവിടെ? എന്താ വേദനിക്കുന്നു? ഇല്ല. എന്തിനാ തടവുന്നേ? ഒന്നുമില്ല. നിങ്ങൾ തനിച്ചേ ഉള്ളോ? അതെ. എവിടെ പോകുന്നു? സദനത്തിൽ. അവിടെയാണ് ജോലി. എവിടെയാ വീട്? ഇവിടെ അടുത്താണ്. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എല്ലാവരുമുണ്ട്. പിന്നെ എന്താ നിങ്ങൾ തനിച്ചു വിട്ടത്? എനിക്ക് വഴിയറിയാമല്ലോ. എന്നാലും കണ്ണില്ലാത്തവർ ഒറ്റയ്ക്കിറങ്ങി നടന്നാൽ ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ കൊണ്ടുവന്ന് സദനത്തിൽ വിടണം. വേണ്ട. അപ്പൊ എനിക്ക് പോകാമല്ലോ.
എന്താ ഒറ്റയ്ക്കിട്ട് ചിരിക്കുന്നത്? വെറുതെ. വല്ല രസമുള്ള കാര്യം വലുതുവാണെങ്കിൽ ഞങ്ങളോട് പറയാനേ. ഈ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആ ചെലപ്പൻ നായരെ ഞാനും ആലോചിക്കുന്നത്. എന്റെ കോലമ്മേ, അതൊന്നുകൂടെ പറ. രണ്ട് കണ്ണുള്ള പെൺപിള്ളേര് തന്നെ ഇക്കാലത്ത് എന്തെല്ലാം കുഴപ്പത്തിലാ ചെന്ന് ചാടുന്നെന്നറിയാമോ? അപ്പം പിന്നെ ഒരു കണ്ണുപോലും ഇല്ലാത്ത പെണ്ണിന്റെ കാര്യം പറയണോ? രാജമ്മയ്ക്ക് കല്യാണാലോചനകളൊന്നും വന്നില്ലേ കമലമ്മേ? ആര് വരാനാ സോമൻ നായരെ? പുറകെ കൊണ്ടു നടന്നാലും കണ്ണില്ലാത്ത പെണ്ണിനെ വല്ലവരും കല്യാണം കഴിക്കുമോ? എന്നാലോ കണ്ണില്ലേലും കല്യാണമില്ലാതെ ഒക്കുമോ? അവളാണെങ്കിൽ ആരോടോ മത്സരിക്കുന്ന പോലെ അങ്ങ് വളരുക. എന്ത് ചെയ്യാം? ഒന്ന് വളയാൻ ഒക്കുമോ? വേണ്ട വേണ്ട, കൊല്ലുകയൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാമെന്ന് നോക്കാം. അല്ല, സ്വയാദിയാണല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ നരകത്തിൽ വന്ന് വീഴാൻ എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? വാസ്തവം. പെണ്ണായാൽ ഒരു കല്യാണം വേണം. അത് നടക്കുകയും ചെയ്തു. ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കേണ്ട കവലമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ ഇവിടെ വന്ന് വീഴാൻ? എന്റെ തലവിധി, അല്ലാതെ എന്തു പറയാനാ? കമലമ്മ വിഷമിക്കാതിരിക്കേ. ഞങ്ങളൊക്കെ ഈ നാട്ടിലില്ലേ? സമാധാനമില്ലാത്ത കാര്യമുണ്ടോ?